ഹലോ, ഇന്ന് നോക്കണേ. +1 കുറേ കോഴ്സുകളുണ്ടല്ലോ. സയൻസ്, കൊമേഴ്സ് അങ്ങനെ കുറേ കോഴ്സുകൾ. അപ്പോൾ അത് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറ്റുമോ നമുക്ക് നോക്കാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. +1 നമുക്ക് HSC ഉണ്ട്, അതുകൊണ്ട് VHSC ഉണ്ട്. HSC VHSC ഉണ്ട്. ഒന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഒന്ന് ഹയർ സെക്കൻഡറി. ഇതിനകത്ത് കൂടുതലായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ. ഇതിനകത്ത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെയുള്ള കോഴ്സ്. ഇതിനകത്ത് ഡെൻ്റൽ, അഗ്രികൾച്ചർ അങ്ങനെയുള്ള ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ചെയ്തു പോകാൻ പറ്റും. അങ്ങനെയുള്ള കോഴ്സുകളാണ് VHSCക്കകത്തുള്ളത്. ഇതിനകത്ത് കൊമേഴ്സ് ഉണ്ട് കേട്ടോ. കൊമേഴ്സും ഇത് സയൻസ് തന്നെയാണ്. അഗ്രികൾച്ചർ സയൻസും ഡെൻ്റൽ സയൻസും അങ്ങനെയൊക്കെ പല ഇതായിട്ട് വരുന്നത്. അങ്ങനെ 2 രീതിയിലുള്ള കോഴ്സുകളുണ്ട്. പിന്നീട് ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താണ് ഇതിലുള്ള ഡിഫറൻസ്, എന്താണ്, എന്തുകൊണ്ട് ഇതൊക്കെ എടുക്കുന്നു, കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം +1 വെറുതെ കയറി സയൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുകയാണ് അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പം ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് എന്താണ് അതിൻ്റെ നേട്ടം, എന്താണ് പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. സയൻസ് എടുക്കുകയാണ്, +1 സയൻസ് എടുക്കുകയാണ്. +1 +2 സയൻസ് കുഴപ്പമൊന്നുമില്ല. അതിനകത്തുള്ള സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ, സുവോളജി, ബോട്ടണി, മാത്സ്, ഇത്തരം സബ്ജക്റ്റുകളുണ്ട്. കൂടെ ഇംഗ്ലീഷ്, മലയാളം ഓർ ഹിന്ദി. ഇത് പിന്നെ ഏത് ലാംഗ്വേജുകാർക്കും ഏത് കോഴ്സുകാർക്കും, സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും ഈ സാധനം കോമൺ ആണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. പോട്ടെ, ബാക്കിയുള്ള സാധനങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതാണ് കോമൺ ആയിട്ട് ബയോസയൻസിനകത്തുള്ളത്. ഇപ്പോൾ അല്ലാതെ സയൻസൊക്കെ ഉണ്ട്. മാത്സ് മാറി വേറെ സബ്ജക്റ്റ്, ബയോളജി മാറി വേറെ സബ്ജക്റ്റ്, അങ്ങനെ സ്പെസിഫിക്കേഷൻ മാറി കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടേക്കാം. നമുക്ക് സയൻസ് എടുത്താൽ എന്തൊക്കെ ചെയ്യാം? 1 മെഡിക്കൽ ഫീൽഡിൽ പോകാം, 2 എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകാം, അല്ലാതെ ഡിഗ്രി എടുക്കാം. പിന്നീട് ഡിഗ്രി എടുത്താൽ ഡിഗ്രി ഒക്കെ എടുത്താൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് എടുക്കാം. PhD എടുക്കാം, മാസ്റ്റർ ഡിഗ്രി എടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും സയൻസ് എടുത്താൽ പറ്റും. സയൻസ് എടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഈ കൊമേഴ്സുകാരുടെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, കൊമേഴ്സുകാരുടെ ഈ BCom-ഉം MCom-നൊക്കെ പോകാം. BBA അങ്ങനെ പല സബ്ജക്റ്റുണ്ട്, BCA അങ്ങനെ പല സബ്ജക്റ്റുകളും അതിനകത്തെല്ലാം പോകാൻ പറ്റും സയൻസ് എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിനകത്ത് പഠിക്കാനുള്ള എന്തുവാ? ഫിസിക്സ് എന്നോട്ടുള്ളയാ 8 മുതലുള്ള അല്ല, അതിന് താഴെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ 9, 10 3 വർഷത്തെ കാര്യവും പഠിച്ച് അതിൻ്റെ തുടർച്ച കണ്ടിന്യൂറ്റിയാണ് +1 +2 പഠിക്കുന്നത്. +1 പഠിച്ചതിൻ്റെ ബാക്കിയാണ് +2 പഠിക്കുന്നത്. അതിപ്പോൾ ഏത് സബ്ജക്റ്റിലായാലും അങ്ങനെ കേട്ടോ. +1 പഠിച്ചതിൻ്റെ ബാക്കി +2 പഠിക്കുന്നത്. അപ്പം ഇത്രയും വർഷത്തെ 5 വർഷത്തെ കഴിഞ്ഞ അധ്വാനത്തിന് ശേഷം 8 മുതലുള്ള 8, 9, 10 +1 +2 കഴിഞ്ഞ അധ്വാനത്തിന് ശേഷം +2 സയൻസ് പാസ്സാക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്, വളരെ ഗ്രേറ്റ്. അതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഇതിനൊരു റെമ്യൂണറേഷൻ, സയൻസ് എടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് സയൻസ് എടുത്ത് പോകുന്ന ഒരിടത്ത് നമുക്ക് അവിടെ ഒരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യാം. അവിടെ ഒരു ജോലിക്കാരനായിട്ട്, എംപ്ലോയി ആയിട്ട്, ജോലിക്കാരൻ ഞാൻ ഉദ്ദേശിച്ചത് ജോലി ചെയ്യുന്ന ഒരാൾ എന്നാണ് മാത്രം, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യാം ഒരു സ്ഥാപനത്തിനകത്ത്, ഒരു ഹോസ്പിറ്റലിനകത്ത്. അതിനകത്ത് ഒരു എംപ്ലോയിയാണ്, ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും ഒരു എംപ്ലോയിയാണ്. അതുകൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഫേമിൻ്റെ എംപ്ലോയീസാണ് എൻജിനീയേഴ്സ്. അങ്ങനെയൊക്കെ ഒരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എംപ്ലോയി അല്ലേ, നല്ല സാലറി കിട്ടുമല്ലോ. എത്ര നമുക്കിപ്പം 10
75,000 മേളിൽ എന്തായാലും നമുക്കൊരു 75,000 തന്നെ എടുക്കാം. 75,000 സാലറി കിട്ടുമായിരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ ഡോക്ടർ എഞ്ചിനീയറൊന്നുമല്ല, എനിക്കറിയത്തില്ല. കിട്ടുമായിരിക്കാം. ഓക്കെ, സെറ്റിൽഡ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് ഹ്യൂമാനിറ്റീസ് ഫീൽഡ് എടുത്താൽ, ഹ്യൂമാനിറ്റീസ് ഫീൽഡ് സാധാരണയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് IAS എന്നൊക്കെ പോകാൻ. ഹ്യൂമാനിറ്റീസൊക്കെ എടുത്തിട്ട് IAS പോകാൻ, IASനൊക്കെ നന്നായിട്ട് പോകാൻ പറ്റും. ഹ്യൂമാനിറ്റീസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ച് പോകാൻ പറ്റും. അടുത്ത് നമുക്ക് കൊമേഴ്സ്. ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത കേട്ടോ. കൊമേഴ്സ് എടുത്താൽ എന്താ തുടങ്ങും? മാനേജ്മെൻറ്റിലാണ് അങ്ങനെ, അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ബിസിനസ് തുടങ്ങാം. ബിസിനസ്സൊക്കെ തുടങ്ങാം. അതിപ്പോൾ ആർക്കായാലും പറ്റും. പക്ഷേ കൊമേഴ്സ് ഫീൽഡിലുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. BBAക്കകത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇതൊന്നും പഠിച്ചിട്ടില്ല പണ്ട് ബിസിനസ് നടത്തി എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ ഇതൊക്കെ പഠിച്ചിടയ്ക്ക് ബിസിനസ് നടത്തുന്നത്. അല്ലാത്തവരിപ്പം പണ്ട് എസ്റ്റാബ്ലിഷ് ആയവരൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് നമുക്കുള്ളത് ഇതിനകത്ത് ഒരു ടോപ്പ് കോഴ്സുകളൊക്കെ ഉണ്ട് കൊമേഴ്സിനകത്ത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CMA കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, CS കമ്പനി സെക്രട്ടറി, ഇങ്ങനെയൊക്കെ കുറേ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു കൊമേഴ്സ് പഠിച്ചു കൊടുക്കാം, നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന കോഴ്സുകളൊക്കെയാണ്. ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ബാങ്കിൻ്റെയൊക്കെ ഓഡിറ്റ് അതൊക്കെ നടത്തുന്ന ഒരു വലിയ പദവിയാണ് CA. അതുപോലൊക്കെ കമ്പനിയുടെ കോസ്റ്റ് ഓഡിറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് CMA. അതുപോലെ കമ്പനിയുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അത് നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CS. ടോപ്പ് കോഴ്സുകളാണ് കൊമേഴ്സിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 3 കോഴ്സുകളാണ് CA, CMA, CS. CMA എന്നിട്ട് CMA ഇന്ത്യ എന്നുള്ള കേട്ടോ. CMA US ഉണ്ട്, അതിനകത്ത് അത് 8 മാസത്തെ ഒരു കോഴ്സാണ്. CMA ഇന്ത്യ എന്നുള്ളത് 2 വർഷത്തെ കോഴ്സ്. ഇൻ്റർ ഫൈനലൊക്കെ ആയിട്ട് കുറച്ച് 2 വർഷമൊക്കെ എടുക്കും. CAക്കകത്ത് ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ. ഇത് കോമൺ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ എല്ലാത്തിനകത്തും ഉള്ളതാണ്. CAക്കകത്ത് ഇൻ്ററിനകത്ത് 4 പേപ്പറാണെന്ന് തോന്നുന്നു. എല്ലാത്തിനകത്ത് 4 പേപ്പർ ആയിരിക്കണം. ഇൻ്ററിനകത്ത് 8 പേപ്പർ, ഫൈനലിനകത്തും 8 പേപ്പർ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഓപ്ഷൻ വരുന്നത്. ടോട്ടൽ 20 പേപ്പറാണ് എല്ലാത്തിനകത്തും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇൻ്ററിൻ്റെ ഫൈനൽ 8 വെച്ചാണ്, അത് ഉറപ്പാണ്. എല്ലാത്തിനും 20 പേപ്പറാണ് ഫുള്ള് ജയിക്കാൻ വേണ്ടത്. അപ്പം ഇത് നമ്മൾ വിശദമായിട്ട് നോക്കുന്നില്ല. അത് വിട്ടേക്കാം. അതിൻ്റെയൊക്കെ സാലറി സ്റ്റാർട്ടിങ് ഇപ്പം ഒരു 1,00,000 രൂപ ഒക്കെ കയറി കിട്ടുന്ന ഒരു കോഴ്സുകളൊക്കെയാണ്. CAക്കാരനൊക്കെ 1,00,000 രൂപ ഉറപ്പാണ് കിട്ടുന്ന കാര്യമൊക്കെ. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഒക്കെ എഴുതി അതിനകത്തൊരു സൈൻ ചെയ്യുമ്പം എന്ത് ലക്കാന്നറിയാം. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് CAക്കാരനൊക്കെ ആയിട്ട് 1,00,000 രൂപയൊക്കെയാണ് അതൊക്കെ ചെയ്യാൻ കിട്ടുന്നത്. ചിലപ്പോൾ അത് കൂടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ അത് വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു CAക്കാരന്, CMAക്കാരന്, CS-കാരനൊക്കെ ഒരു 5,00,000 മേളിലൊക്കെയാണ് സാലറി കിട്ടുന്നത്. എന്ത് ചെയ്യാൻ, 5,00,000 രൂപയാണേ. വിദേശ നാണയങ്ങളൊന്നുമല്ല, കറൻസി ഒന്നുമല്ല, 5,00,000 രൂപയൊക്കെയാണ് മാസം, പെർ മന്ത്. ഒരു മാസം കഷ്ടപ്പാടാണ്. ഒരു മാസം 5,00,000 രൂപയൊക്കെ വിദേശത്ത് പോയി കിട്ടത്തുള്ളൂ. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു 1,00,000 രൂപ സ്റ്റാർട്ടിങ്, ചിലപ്പോൾ അതും കിട്ടത്തില്ല. ചിലപ്പോൾ 75,000 രൂപയൊക്കെ സ്റ്റാർട്ടിങ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു മാസം 2,00,000 3,00,000 ഒക്കെ വരാം. അതൊക്കെ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അനുസരിച്ചിരിക്കും. അത് വിട്ടേക്കാം. ഈ സയൻസ് പഠിച്ച കുറേ പേര് വന്ന് കൊമേഴ്സിനകത്ത് ചാടുന്നുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, BCom ഒക്കെ എടുക്കുന്നു. കൊമേഴ്സ് പഠിക്കുന്ന നമുക്കൊരു ഗുണം എന്താണ്? കൊമേഴ്സ് പഠിച്ചാൽ സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റാണ് മാത്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റ്, കമ്പ്യൂട്ടർ,
അങ്ങനെ ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അത് ഓരോ സ്കൂൾ ഓപ്ഷൻ ചെയ്തതനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ളതിനകത്ത് മാത്സിനകത്ത് 10ൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും കാര്യങ്ങളും ട്രിഗ്നോമെട്രി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് പൊളിറ്റിക്സ് ഒരു പുതിയ സബ്ജക്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുന്ന തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. മീഡിയം ഓടാത്ത സാധനങ്ങളൊക്കെ ഉള്ളൂ നേരത്തെ പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്കി പഠിക്കും. കമ്പ്യൂട്ടറൊക്കെ ബേസിക്കൊക്കെ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റുകളൊക്കെയാണ്. ഓപ്ഷണൽ ഇപ്പം സയൻസിനകത്തായാലും ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അക്കൗണ്ടൻസി ഒരു പുതിയ സബ്ജക്റ്റാണ്. +1 സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സബ്ജക്റ്റാണ്. കഴിഞ്ഞ വർഷത്തെ ബർഡനൊന്നുമില്ല. അതിനകത്തുനിന്ന് കൂട്ടാൻ, കുറയ്ക്കാൻ, പിന്നെ ചെറിയ രീതിയിൽ ഒരു ഡിവൈഡും മൾട്ടിപ്ലിക്കേഷൻ ഇത്ര സാധനം ആവശ്യമുള്ളൂ. മാത്സിൻ്റെ കൂട്ട് വലുതായിട്ട് ട്രിഗ്നോമെട്രി, ഇൻ്റഗ്രേഷൻ, ആൽജിബ്ര എക്സ്പ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്കൗണ്ടൻസിക്കകത്തില്ല. അതൊരു പുതിയ സബ്ജക്റ്റ്. നമുക്കിപ്പം ചെയ്തു പോകുന്ന കൂട്ടാനും കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ, പിന്നെ അക്കൗണ്ടുകൾ പുതിയ സാധനമായിട്ട് നമുക്ക് നല്ല ഇൻട്രസ്റ്റുമാണ്, പഠിച്ചു പോകാൻ പറ്റും. പിന്നെയുള്ള ബിസിനസ് ഒരു തിയറി പേപ്പർ, ജസ്റ്റ് വായിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു തിയറി പേപ്പർ. സാധാരണ ഒരു ബിസിനസ്സിന് എന്താണ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നത്, എത്ര രീതിയിലുള്ള ബിസിനസ് ഉണ്ട്, ബിസിനസ്സിൻ്റെ ഫോംസ് ഓഫ് ബിസിനസ്, അത് ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒറ്റയ്ക്ക് നടത്തും, ഒരാൾ ഒറ്റയ്ക്ക് നടത്തും. പിന്നെ 2 പേരും അത് കൂടുതൽ വരുന്നത് പാർട്ട്ണർഷിപ്പ്. പിന്നെ വരുന്ന ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. നമ്മളിപ്പം കഥാനായകൻ സിനിമയ്ക്കകത്ത് ജയറാമിൻ്റെ സിനിമയുണ്ട് കഥാനായകൻ, അതിനകത്ത് പറയുന്ന നമുക്ക് അവരൊരുമിച്ച് ബിസിനസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെയുള്ളത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിസിനസ്സിൻ്റെ ഫോംസൊക്കെ. ഈ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും തിയറി പഠിക്കാം ബിസിനസ്സിനകത്ത്. സോ സിമ്പിൾ, അതും എളുപ്പമാണ്. പിന്നെ അടുത്തത് എക്കണോമിക്സ് കുറച്ച് തിയറിയും ഉണ്ട്, കുറച്ച് പ്രോബ്ലം എഴുതാനൊന്നുമില്ല. കുറച്ച് ഇക്വേഷൻ, സിഗ്മ കണ്ടുപിടിക്കുക, സ്മാൾ സിഗ്മ, വലിയ സിഗ്മ, ഇതെല്ലാം കണ്ടുപിടിക്കുക. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഇക്വേഷൻസ്, വേറെ പ്രോബ്ലംസിനകത്ത് കോറിലേഷന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പകുതി തിയറിയും പകുതി പ്രോബ്ലമാണ്. അപ്പം ഇത് എല്ലാം ഒരു പുതിയ സബ്ജക്റ്റുകളാണ് കൊമേഴ്സിനകത്ത്. നിങ്ങളിപ്പം സയൻസ് വേഴ്സ് കൊമേഴ്സ് നോക്കുകയാണെങ്കിൽ, സയൻസ് വേഴ്സ് കൊമേഴ്സ് ഇതിനകത്ത് പഴയ സബ്ജക്റ്റ് തന്നെ, പഴയ സബ്ജക്റ്റാണ്, ഇത് പുതിയ സബ്ജക്റ്റാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം കണ്ടിന്യൂവേഷനാണ്. ഒരു കണ്ടിന്യൂവേഷനും ഇല്ല. 10ൻ്റെ ഒരു കണ്ടിന്യൂവേഷനും +1 കൊമേഴ്സിനകത്ത് ഇല്ല. പിന്നീട് നമുക്ക് ഈസിയാണോ സബ്ജക്റ്റ്, ഈസിയാണോ ഇതിപ്പോൾ പഠിക്കുന്ന നമുക്ക് ഈസിയാണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ 10 വരെയുള്ള സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ +1 സയൻസ് ഈസിയാണ്. ഇതിപ്പം 10 വരെയുള്ളത് പഠിച്ചാലും ഇല്ലെങ്കിലും +1 പഠിക്കുകയാണെങ്കിൽ ഇത് ഈസിയാണ്. അതിപ്പോൾ പഠിക്കുന്നതോട് ഗുണം പഠിക്കുകയാണ്, അതിനൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇത് പുതിയതും പഴയതൊക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ. പഴയത് കാര്യങ്ങൾ കണ്ടിന്യൂഷൻ പഠിക്കണം സയൻസിനകത്ത്. കൊമേഴ്സിനകത്താകുമ്പോൾ പുതിയ സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ പഴയതൊക്കെ മറന്നു പോകുന്ന ഒരാളാണെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. പഴയതൊക്കെ നല്ല ഓർമ്മയുള്ള ഒരാളാണെങ്കിൽ സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങളുടെ ഡിസിഷനാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ഒരു ചെറിയ കാര്യം വിട്ടുപോയി. ഈ സയൻസ് പഠിച്ച കുറേ എംപ്ലോയീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എംപ്ലോയീസിൻ്റെ കാര്യം ഹോസ്പിറ്റലും എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ, ഇതിനൊക്കെ മാനേജ്മെൻറ്റും കാര്യങ്ങളും ഇതിൻ്റെ ടോപ്പ് ലെവൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊമേഴ്സുകാരാണ്. നമ്മൾ നേരത്തെ ഇത് പറയുമല്ലോ, പണ്ട് ഒരു സിനിമയ്ക്കകത്ത് പറയുന്നത് നമുക്ക് പഠിച്ചവരൊക്കെ ജോലി ചെയ്യുന്നു, പഠിക്കാത്തവർ ബിസിനസ് നടത്തുന്നു എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. കുറച്ച് പഠിച്ചൊരു ബിസിനസ് നടത്തുന്നു, ഒട്ടും പഠിക്കാത്തവർ ഇവരെ നിയന്ത്രിക്കാനായിട്ട് പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് പൊളിറ്റിക്സിലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം പഠിച്ചവരൊക്കെയാണ് പൊളിറ്റിക്സ് ഉള്ളത്, അത് ഞാൻ പറയുന്നില്ല. പഠിപ്പൊക്കെ ഉള്ളവരാണ് പൊളിറ്റിക്സിലിപ്പം സജീവമായിട്ട് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പഠിത്തവും വേണം, പൊളിറ്റിക്സും വേണം, നമ്മൾ നോക്കണം. അപ്പം ഇതിനകത്ത് വേറൊരു ഓർഡറുണ്ട്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഓപ്ഷൻസ് വെക്കുന്നത്. +1 കയറാൻ വേണ്ടിയിട്ട് +1 ഓരോ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഓപ്ഷൻ വയ്ക്കുന്നത്.
നമുക്കിപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് പഠിച്ചിറങ്ങി നമ്മളിപ്പോൾ ജോലി ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്ന് അറിയാമോ? സയൻസുകാർ എംപ്ലോയീസായിട്ട് വരും. ഓക്കെ. അതിന് മുകളിൽ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി കൊമേഴ്സുകാർ വരും. ഇവരുടെ ടോപ്പിൽ കൊമേഴ്സുകാർ വരും. ഇവരുടെയും ടോപ്പിൽ ഹ്യൂമാനിറ്റീസുകാർ വരും. ഇവർ അഡ്മിനിസ്ട്രേഷൻ IAS ഒക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവരുടെയും മുകളിലാണ് ഹ്യൂമാനിറ്റീസുകാർ വരുന്നത്. അപ്പം ഒരു ഹൈറാർക്കി ഓർഡർ നേരെ തിരിച്ച് നമ്മളിപ്പോൾ ഓപ്ഷൻ വയ്ക്കുന്നതിന് നേരെ തിരിച്ച് നമുക്ക് തിരിച്ച് പണിയും കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. കൊമേഴ്സോ സയൻസോ, നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് ഇഷ്ടം, മെഡിക്കൽ ഫീൽഡോ എഞ്ചിനീയറിംഗ് ഫീൽഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എടുക്കാം. ചൂസ് സയൻസ്. നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, അതുകൊണ്ടൊക്കെ CA CMA CS അങ്ങനെയുള്ള എന്തെങ്കിലും ഫീൽഡൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ ഉണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കാം. അപ്പം ഡിസിഷൻ യുവേഴ്സ്, നിങ്ങളുടെ സ്വന്തം ഡിസിഷനായിരിക്കണം, നിങ്ങളുടെ തന്നെ ഡിസിഷനായിരിക്കും. അല്ലാതെ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതോ അല്ലാതെ നാട്ടുകാർ പറയുന്നതോ എടുത്ത് സയൻസോ കൊമേഴ്സോ പോയി എടുക്കരുത്. നാട്ടുകാർ പറയുന്നതല്ല, വീട്ടുകാർ പറയുന്നതല്ല, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമതാ നിങ്ങളുടെ ഓൺ ഡിസിഷനാണ്. സയൻസാണോ കൊമേഴ്സാണോ ഹ്യൂമാനിറ്റീസാണോ എടുക്കേണ്ടത്, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ബൈ.